ഹായ് ഡിയേഴ്സ്, നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ മുന്നേ വീഡിയോയിൽ പറയാത്തതുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഡിസൈൻ പ്രോസസ്സ് എന്താണ് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പറയേണ്ട ഒരു കാര്യം, ഡിസൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് അനാലിസിസ് വഴി നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനത്തിൻ്റെ മറ്റൊരു രൂപരേഖയിലേക്ക് ബ്ലൂ പ്രിൻ്റാക്കി മാറ്റുന്ന രീതിയാണ് ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഡിസൈൻ പ്രോസസ്സ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസ് ആൻ ഇറ്ററേറ്റീവ് പ്രോസസ് ത്രൂ വിച്ച് റിക്വയർമെൻറ്റ്സ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ ബ്ലൂ പ്രിൻറ്റ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്ന രീതിയാണ് ഡിസൈൻ പ്രോസസ്സ്. ആ പ്രോസസ്സ് ചെയ്യുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ് കഴിഞ്ഞ അടുത്ത സ്റ്റേജാണ് ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിക്വയർമെൻറ്റ് അനാലിസിസ് വഴി ഡെവലപ്പ് ചെയ്തതിനെ മാറ്റി അതൊരു പിക്ചർ രൂപത്തിലേക്ക് മാറ്റുന്ന ഇതാണ് ഡിസൈൻ എന്ന് പറയുന്നത്, ഡിസൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് വീണ്ടും വീണ്ടും നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ ഫൈനലൈസ് ചെയ്യാം. ഇനീഷ്യലി ദ ബ്ലൂ പ്രിൻറ്റ് ഡെപിക്ട്സ് ദ ഹോളിസ്റ്റിക് വ്യൂ ഓഫ് സോഫ്റ്റ്വെയർ. അതായത് ശരിക്കും പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഹോളിസ്റ്റിക് ഒരു വ്യൂ ആണ്, കാഴ്ചയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനാണ്, നമ്മുടെ വർക്കിൻ്റെ ഒരു പ്ലാനാണ് ഡിസൈൻ പ്രോസസ്സ് വഴി ഡെവലപ്പ് ചെയ്യുന്നത്. എ ഡിസൈൻ ഇറ്ററേഷൻ ഒക്കെ subsequent refinement leads to design representation. At a much lower level of abstraction, this can still be traced to requirements, but the connection is more subtle. അതായത് ഡിസൈൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ റിക്വയർമെൻറ്റ്സും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈൻ പ്രോസസ്സ് ചെയ്യുന്ന ഓരോ ഡിസൈൻ നമുക്കറിയാം മോഡ്യൂൾ വൈസിലൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതിനാവശ്യമായ റിക്വയർമെൻറ്റ്സ് ചിലപ്പം ഓരോ മോഡലിനും ഓരോന്നായി ഡിഫറെൻ്റായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ റിക്വയർമെൻറ്റിന് ഒന്നിൽ അധികം മോഡ്യൂളുകളിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിക്വയർമെൻറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. മെയിനായിട്ടും ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഗൈഡ് ലൈൻസും ആട്രിബ്യൂട്ട്സും. അതായത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി നിയന്ത്രിക്കാനുള്ള ഗൈഡ് ലൈൻസുകൾ. പിന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസും ആട്രിബ്യൂട്ട്സും. ദ ഡിസൈൻ മസ്റ്റ് ബി റീഡബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ഗൈഡ് ഫോർ ദോസ് ഹൂ ജനറേറ്റ് കോഡ് ആൻഡ് ഫോർ ഹൂ ടെസ്റ്റ് ആൻഡ് സബ്സീക്വൻറ്റ് സപ്പോർട്ട് ഓഫ് ദി സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ഇതിന് വേണ്ട ആട്രിബ്യൂട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. The design must be readable, understandable guide for who generate code and for who test and subsequent support to the software. അതെന്താണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആരാണോ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ആ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ആളിന് ഇത് മനസ്സിലാവണം. ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം ഡിസൈൻ പ്രോസസ്സ്. കാരണം ഡിസൈൻ പ്രോസസ്സ് മനസ്സിലാവാതെ ഒരിക്കലും കോഡിങ് എന്നുള്ള സെക്ഷനിലോട്ട് കടക്കാൻ കഴിയില്ല. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കോഡിങ് സെക്ഷനാണ്. അപ്പോൾ കോഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡിസൈൻ പ്രോസസ്സ് നന്നായി മാത്രമേ കോഡ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ഒരു ചിന്താഗതി ഉണ്ടാവും, കോഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ലോജിക്ക് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഓക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വഴിയാണ് ഇങ്ങനെ ഓരോ സ്റ്റേജും ഡെവലപ്പ് ചെയ്യുന്നത്. റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുന്നതും റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തുന്നതും റിക്വയർമെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നതും അങ്ങനെ സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു റിക്വയർമെൻറ്റ്സിനെയാണ് ഡിസൈൻ ചെയ്യുന്നതും ആ ഡിസൈനെയാണ് കോഡിങ് തയ്യാറാക്കുന്നതും. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സോഫ്റ്റ്വെയർ പരമാവധി ക്വാളിറ്റി ഉണ്ടാവുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനാണ് പറയുന്നത് ഡിസൈൻ പ്രോസസ്സ് വെച്ചുകൊണ്ട് ഡിസൈൻ നോക്കിയിട്ടാണ് കോഡിങ് ഡെവലപ്പ് ചെയ്യുക. സോഫ്റ്റ്വെയർ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ നോക്കി കഴിഞ്ഞിട്ടാണ് കോഡ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ അത് കോഡ് ജനറേറ്റ് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് കോഡിങ് എല്ലാം തന്നെ ശരിയാണോ എന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്യണമെങ്കിലും എല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഡിസൈൻ പ്രോസസ്സ് കറക്റ്റ് ആവണം. ദ ഡിസൈൻ ഷുഡ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയർ അഡ്രസ്സിംഗ് ദ ഡാറ്റ, ഫങ്ഷണൽ ആൻഡ് ബിഹേവിയറൽ ഡൊമൈൻസ്
ഫ്രം ആൻ ഇംപ്ലിമെൻറ്റേഷൻ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് പിക്ചറാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് പിക്ചറാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഫുൾ രൂപരേഖയാണ് ഈ ഡിസൈൻ എന്ന് പറയുന്നത്. അതിലെല്ലാം ഇതുണ്ടാവും. അതിൽ ഡാറ്റ ഏതൊക്കെയാണ്, ഫങ്ഷണൽ അഡ്രസ്സിങ്, ഫങ്ഷണൽ എലമെൻറ്റ്സ് അല്ലെ ഫങ്ഷൻ ഡൊമൈൻസ് ഏതൊക്കെയാണ്, ബിഹേവിയറൽ ഡൊമൈൻസ് ഏതൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പിന്നെ അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസും ആട്രിബ്യൂട്ട്സുമാണ് മെയിനായിട്ട് പറയുന്ന 2 ഫാക്ടേഴ്സ് സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിറ്റി ഗൈഡ് ലൈൻസ് എന്ന് നോക്കാം. ഡിസൈൻ കോൺസെപ്റ്റ് ദാറ്റ് ആൾസോ സെർവ് എ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ക്രൈറ്റീരിയ ഫോർ ദ ടൈം ബീയിങ് കൺസിഡർ ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ്. അപ്പോൾ എന്താ മെയിനായിട്ട് പറഞ്ഞ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ക്രൈറ്റീരിയ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് ക്വാളിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ടൈം ബൗണ്ടറി വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് വേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. എ ഡിസൈൻ ഷുഡ് എക്സിബിറ്റ് ആൻ ആർക്കിടെക്ചർ ദാറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് യൂസിങ് റെക്കഗ്നൈസബിൾ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ഓർ പാറ്റേൺസ്. അതായത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പാറ്റേണുകളും ആർക്കിടെക്ചർ സ്റ്റൈൽസും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കിടെക്ചർ സ്റ്റൈൽസും പാറ്റേൺസും ഒക്കെ ഇന്ന് പ്രിസ്ക്രൈബ്ഡ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യാം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കമ്പോണൻസ് ദാറ്റ് എക്സിബിറ്റ് ഗുഡ് ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ്. എന്നാണ് അതിന് ഡിസൈൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നല്ല നല്ല ഫീച്ചേഴ്സ് ആവണം. ക്യാൻ ബി ഇംപ്ലിമെൻറ്റ് ഇൻ ആൻ ഇവല്യൂഷണറി ഫാഷൻ ദ ഫെസിലിറ്റേറ്റിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ ഇനി വീണ്ടും നമുക്കത് ഭാവികളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതും പിന്നെ അത് വേറെ ഓരോരോ കേസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതും ടെസ്റ്റ് ചെയ്യപ്പെടാൻ കഴിയുന്നതും എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകുന്നതുമായതായിരിക്കണം ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ്റെ ആദ്യത്തെ ഒറ്റ കോൺസെപ്റ്റ് ഡിസൈൻ ഷുഡ് എക്സിബിറ്റ് ആൻ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഡിസൈൻ പ്രോസസ്സിൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് മെയിനായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത ആർക്കിടെക്ചർ സ്റ്റൈൽസും പാറ്റേൺസും വേണം, ആ ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, പിന്നെ പറയുന്നതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അതാണ് ഫസ്റ്റത്തെ പോയിൻറ്റ്. സെക്കൻഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എ ഡിസൈൻ ഷുഡ് ബി മോഡുലാർ, ദാറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ ഷുഡ് ബി ലോജിക്കലി പാർട്ടീഷൻ ടു എലമെൻറ്റ്സ് ഓർ സബ് സിസ്റ്റം. മോഡ്യൂൾ വൈസ് ആയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. നമുക്കറിയാം ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പറയുമ്പോൾ ഇത്ര മോഡ്യൂൾ ഉണ്ടെന്ന് നമ്മൾ പറയാം, അത് ഇത്ര കമ്പോണൻ്റ് ഉണ്ടെന്നല്ല. അതായത് മോഡുലാർ ആയിരിക്കണം എന്നത് പാർട്ടീഷനിങ് ചെയ്തതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നിനും ഡിസൈൻ ചെയ്യാം, മോഡുലാറായിട്ട് ഡിസൈൻ ചെയ്തതാവണം. എ ഡിസൈൻ ഷുഡ് കണ്ടെയ്ൻ ഡിസ്റ്റിങ്ക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, ആർക്കിടെക്ചർ, ഇൻ്റർഫേസ് ആൻഡ് കമ്പോണൻസ്. നമ്മൾ മുന്നേ പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള മോഡലുകൾ, ഡിസൈൻ മോഡലുകൾ ഉണ്ടെന്ന്. അത് ഓരോന്നിനെ ഡിസ്റ്റിങ്ക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയണം. അതായത് ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ആർക്കിടെക്ചറൽ റെപ്രസെൻറ്റേഷൻ, ഇൻ്റർഫേസ്, കമ്പോണൻ്റ്, ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ പറയാത്തത് ഡിപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു ലെവലായതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ എ ഡിസൈൻ ഷുഡ് ലീഡ്സ് ടു ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ക്ലാസ്സസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ആർ ഡ്രോൺ ഫ്രം റെക്കഗ്നൈസബിൾ ഡാറ്റ പാറ്റേൺസ്. അതായത് പറയുന്നത് അതിൻ്റെ ഡാറ്റ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, അതായത് ക്ലാസ്, ഒബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്യണം. ഡാറ്റ പാറ്റേൺ മെൻഷൻ ചെയ്തതായിരിക്കണം. അതായത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡാറ്റ പാറ്റേൺ ആയിരിക്കും. ഏതെങ്കിലും ഡാറ്റ പാറ്റേൺ യൂസ് ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ പാറ്റേൺസ് യൂസ് ചെയ്യാം. എ ഡിസൈൻ ഷുഡ് ലീഡ് ടു കമ്പോണൻസ് ദാറ്റ് എക്സിബിറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് അതിൻ്റെ ഒരു ഗൈഡൻസ് പറയുന്നത് എന്താണ്, കമ്പോണൻസ് എല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആവാൻ ഫങ്ഷൻ, ഓരോ കമ്പോണൻറ്റ് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ഉണ്ടായിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണമെന്ന്, ഒറ്റയ്ക്ക് നിലനിൽക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. എ ഡിസൈൻ ഷുഡ് ലീഡ് ടു ഇൻ്റർഫേസസ് ദാറ്റ് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ കമ്പോണൻസ് ആൻഡ് വിത്ത് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. പിന്നെ നമ്മൾ ഇൻ്റർഫേസ് കമ്പോണൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ മോഡുകൾ തമ്മിൽ ഇൻ്ററായിട്ടും എക്സ്റ്റേണലായിട്ടും എല്ലാം കണക്ഷൻ ഉണ്ടായിരിക്കും. ആ കണക്ഷൻ തന്നെ എന്താണ് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർഫേസ് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് കോംപ്ലക്സിറ്റി കുറച്ചും കൊണ്ട് നിലനിൽക്കുന്നതായിരിക്കണം ഡിസൈനിങ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ ഡിസൈൻ ഷുഡ് ബി ഡിറൈവ്ഡ് യൂസിങ് എ റിപ്പീറ്റബിൾ മെത്തേഡ് ദാറ്റ് ഈസ് ഡ്രിവൺ ബൈ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് അനാലിസിസ്. അതായത് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്നത്
റിപ്പീറ്റ് ചെയ്ത് റിക്വയർമെൻറ്റ് അനാലിസിസ് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസിനെ റിപ്പീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തുകൊണ്ടായിരിക്കണം ഡിസൈൻ പ്രോസസ് ചെയ്യുന്നത്. ഡയറക്റ്റ് വരയ്ക്കുന്നതിന് പകരം അതായത് നമുക്കറിയാം റിക്വയർമെൻറ്റ് അനാലിസിസിന് വരുന്ന ഓരോന്നിനും പകരമായിട്ട് ഡിസൈനിൽ ചെയ്യപ്പെടണം. A design should be represented using a notation that effectively communicates its meaning. ഡിസൈൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻസിന് അതിൻ്റേതായിട്ടുള്ള മീനിങ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഡിസൈൻ പ്രോസസ്സിൽ DFT ഡയഗ്രം യൂസ് ചെയ്യാറുണ്ട്, ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഓരോരോ സിമ്പലിനും അതിൻ്റേതായിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്, അത് കറക്റ്റായിരിക്കണം എന്ന്. പിന്നെ അടുത്ത ക്വാളിറ്റി ആട്രിബ്യൂട്ടാണ്. അത് രണ്ടാമത്തെ ഒന്നാണ്. ഒന്ന് ക്വാളിറ്റി ഗൈഡ്ലൈൻസും ഒന്ന് ക്വാളിറ്റി ആട്രിബ്യൂട്ട്സാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഹെവ്ലെറ്റ് പക്കാർഡ് ഡെവലപ്ഡ് എ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഹാസ് ബീൻ ഗിവൺ ദ അക്രോണിയം FURPS. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് ഹെവ്ലെറ്റ് പക്കാർഡാണ്. ഹെവ്ലെറ്റ് പക്കാർഡ് ഡെവലപ്പ് ചെയ്തതാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സുകൾ. ഈ അക്രോണിയം FURPS എന്നത് നമുക്കറിയാം മെയിനായിട്ടുള്ള ഫങ്ഷൻ. നമ്മൾ ഈ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് FURPS. F എന്ന് പറഞ്ഞാൽ ഫങ്ഷണാലിറ്റി, യൂസബിലിറ്റി, R റിലയബിലിറ്റി, P പെർഫോമൻസ്, S സപ്പോർട്ടബിലിറ്റി. ഈ ഒരു FURPS എന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് മറ്റേത് ഓർമ്മയിൽ നിൽക്കാൻ പറ്റും. ഇത് ആണ് ഹെവ്ലെറ്റ് പക്കാർഡ് ഡെവലപ്പ് ചെയ്ത ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിൻ്റെ പേരാണത്. The FURPS quality attributes represent the target for all software design. And functionality is assessed by evaluating the feature set and capabilities of the program, the generality of the function that are delivered, and the security of the overall system. ഫങ്ഷണാലിറ്റി പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ഫീച്ചറാണ്, ഫസ്റ്റ് ഒരു ആട്രിബ്യൂട്ടാണ്. അതായത് കേപ്പബിൾ ആയിട്ടുള്ള അതിന് ആ ഒരു വർക്കിന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയറിന് പറഞ്ഞിട്ടുള്ള വർക്കെല്ലാം കറക്റ്റാണോ, നമ്മുടെ ഒരു ദ ജനറലി ഓഫ് ദി ഫങ്ഷൻ ദാറ്റ് ആർ ഡെലിവേർഡ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി ഓവറോൾ സിസ്റ്റം. അതായത് നമ്മളുടെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻ എല്ലാം കറക്റ്റാണോ എന്നും അതിൻ്റെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എല്ലാം തന്നെ കറക്റ്റാണോ എന്നുള്ളതെല്ലാം ആണ് ഫങ്ഷണാലിറ്റി എന്ന ആട്രിബ്യൂട്ടിൽ പറയുന്നത്. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് യൂസബിലിറ്റിയാണ്. യൂസബിലിറ്റി അസസ് ചെയ്യുന്നത് കൺസിഡറിങ് ഹ്യൂമൻ ഫാക്ടേഴ്സ്, ഓവറോൾ ആസ്തെറ്റിക്സ്, കൺസിസ്റ്റൻസി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. യൂസബിലിറ്റി പറയുന്നത് മെയിനായിട്ടും കൺസിഡർ ചെയ്യുന്നത് ഹ്യൂമൻ ഫാക്ടേഴ്സാണ്. അതായത് കൺസിസ്റ്റൻസി, അതിൻ്റെ ഒരു വർക്കിൻ്റെ കൺസിസ്റ്റൻസി, പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസബിലിറ്റിയിൽ ഉപയോഗിക്കുന്നത്. വീണ്ടും നമുക്കത് ഉപയോഗിക്കാനുള്ള രൂപം. റിലയബിലിറ്റി ഈസ് ഇവാലുവേറ്റഡ് ബൈ മെഷറിങ് ദ ഫ്രീക്വൻസി ആൻഡ് severity of failure, the accuracy of output result, the mean time to failure, the ability to recover the failure, and the predictability of the program. അതായത് റിലയബിലിറ്റി എന്ന ഫീച്ചറിൻ്റെ മീനിങ് തന്നെയാണ് പറയുന്നത്. എങ്ങനെ ഒരു ഫെയിലിയർ ആകുമ്പോൾ അതിന് സർവൈവ് ചെയ്യാം, പിന്നെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരാൻ എന്ത് ചെയ്യാം, പിന്നെ അത് എല്ലാതും അങ്ങനെ തന്നെ പറയാം. ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് പ്രഡിക്ഷൻ എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ആട്രിബ്യൂട്ടാണ് റിലയബിലിറ്റി. അത് മെഷർ ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് റിലയബിലിറ്റി. പിന്നെ പെർഫോമൻസ് ഈസ് മെഷർഡ് ബൈ കൺസിഡറിങ് പ്രോസസ്സിംഗ് സ്പീഡ്. പെർഫോമൻസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന സ്പീഡ്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സ്പീഡ്, റെസ്പോൺസ് ടൈം, റിസോഴ്സുകൾ, കൺസംഷൻ, ത്രൂപുട്ട്, എഫിഷ്യൻസി, ഇതൊക്കെ ഈ ഫാക്ടറുകളെല്ലാം തന്നെ പെർഫോമൻസിനെ ബാധിക്കും. അതെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെക്ഷനിൽ പറയാനുണ്ട്. ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഒക്കെ പറയുമ്പോൾ ടെസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒന്നാണിത്. ഇതൊക്കെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇതും എന്ത് തന്നെയാണ്, ആട്രിബ്യൂട്ട്സാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ആട്രിബ്യൂട്ട്സുകൾ പറയുന്നത് ഒന്ന് ഫങ്ഷണാലിറ്റി, യൂസബിലിറ്റി, റിലയബിലിറ്റി, പെർഫോമൻസ്, പിന്നെ പറഞ്ഞ സപ്പോർട്ടബിലിറ്റിയാണ്. സപ്പോർട്ടബിലിറ്റി കമ്പനീസ് എബിലിറ്റി ടു എക്സ്റ്റെൻഡ് ദ പ്രോഗ്രാം, അഡാപ്റ്റബിലിറ്റി, സർവീസബിലിറ്റി. These three attributes represents a more common term, മെയിൻറ്റെയിനബിലിറ്റി. മെയിനായിട്ട് എന്താണ്, സപ്പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞത് എബിലിറ്റി ടു എക്സ്റ്റെൻഡ്, ഒരു പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള, അതായത് എക്സ്റ്റെൻസിബിലിറ്റി എന്നുള്ള ഫീച്ചറും, അഡാപ്റ്റബിലിറ്റി, സർവീസബിലിറ്റി, ഈ മൂന്നും കൂടി ചേർന്ന് എക്സ്റ്റെൻസിബിലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും സർവീസബിലിറ്റി. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുമ്പോൾ
ഒരു പ്രോഗ്രാമിൻ്റെ എബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക, അത് എക്സ്റ്റെൻസിബിലിറ്റി. അഡാപ്റ്റബിലിറ്റി പറയുമ്പോൾ എന്താണ്, നിലനിൽക്കുക, അതായത് നമ്മളൊരു പ്രോഗ്രാമിൽ നിന്നും നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ രൂപത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. സർവീസബിലിറ്റി പറഞ്ഞാൽ എന്താണ്, വീണ്ടും എന്താണ് സർവീസബിലിറ്റി പറയുമ്പോൾ അപ്ഡേഷനിലൂടെ ഈ 3 ആട്രിബ്യൂട്ട്സും കൂടി ചേരുമ്പോൾ എന്ന് പറയുന്നതാണ് മെയിൻ്റനബിലിറ്റി. അതാണ് മെയിൻ ഫീച്ചർ. ആൻഡ് ഇൻ അഡീഷൻ ടെസ്റ്റബിലിറ്റി, കോമ്പാറ്റബിലിറ്റി, കോൺഫിഗറബിലിറ്റി, ദാറ്റ് ഈസ് with each a system can be installed and the ease with which problem can be localized. ഇതൊക്കെ തന്നെ എല്ലാം തന്നെ നമ്മുടെ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ തന്നെയാണ്. ടെസ്റ്റബിലിറ്റി, കോമ്പാറ്റബിലിറ്റി, കോൺഫിഗറബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അതും എന്താണ്, സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആട്രിബ്യൂട്ടുകളാണ് ഇതെല്ലാം. കോൺഫിഗറേഷന്, കോമ്പാറ്റബിലിറ്റി, ടെസ്റ്റബിലിറ്റി എല്ലാം തന്നെ. അപ്പോൾ ഇതും നമുക്ക് ആട്രിബ്യൂട്ടായിട്ട് പറയാം. കോമൺ ആയിട്ടുള്ള 5 FU, RPS എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റി, യൂസബിലിറ്റി, റിലയബിലിറ്റി, പെർഫോമൻസ്, സപ്പോർട്ടബിലിറ്റിയിലാണ് എക്സ്റ്റെൻസിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, സർവീസബിലിറ്റി. അത് 3 കൂടി പറയുന്ന പേരാണ് മെയിൻ്റനബിലിറ്റി. പിന്നെ പറയുന്നത് ടെസ്റ്റബിലിറ്റി, കോമ്പാറ്റബിലിറ്റി, കോൺഫിഗറബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്.